ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ തന്നെ നോക്കുക ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. ഇന്ന് ഞാനൊരു യാത്രയിലാണ്. ആ യാത്ര എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോകാം. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ എന്തുകൂട്ടാ പോയിട്ട് വരാം. അപ്പം ഇതാ നിൽക്കുന്ന രണ്ടുപേര് പോയിട്ടൊക്കെ വരാം. അപ്പം ഈ വീഡിയോ നമുക്ക് വലുതായിട്ട് മറ്റന്നാളെ വന്നു കഴിഞ്ഞിടത്തോളൂ. അപ്പം ഞങ്ങൾ പോയച്ചൊക്കെ വരാം കേട്ടോ. ബൈ 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 ബൈ. ഞങ്ങൾ അങ്ങനെ ബസ്സിൽ കയറി. ചേട്ടൻ നന്ദുക്കുട്ടൻ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞങ്ങളങ്ങനെ 3 പേരും അടുപ്പിച്ചടുപ്പിച്ച് ബസ്സിനകത്തിരിപ്പുണ്ട്. 2 പേരുടെ അവിടെ ഭയങ്കര എന്തോ പ്രശ്നത്തിലാണ്. മാറി മാറി നോക്കുന്നുണ്ട്. ഞാൻ പക്ഷേ രക്ഷപ്പെട്ടു പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ അങ്ങനെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. മെട്രോയിൽ വന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. അച്ഛനും മോനും കൂടെ നോക്കിക്കുക എന്ത് കോംപ്ലിമെൻറ്റ്സാണ് നോക്കി. എത്ര ഐക്യം ആയിട്ട് പോകുന്നു. ഒരു ചെറിയ ബാഗ് 2 പേരുടെ പിടിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ രാവിലെ 5:30 മണിയായി. മോൻ ഇവിടെ കിടന്ന് 5:30 ആയതേ ഉള്ളൂ. മോൻ ഉറങ്ങുന്നു. ചേട്ടൻ ബാത്റൂമിൽ പോയി. എല്ലാവരും കിടന്നുറങ്ങുന്നു. ഞാൻ ഉറങ്ങിയതേ ഇല്ലെന്ന് പറയാം സത്യം പറഞ്ഞാൽ. ഞങ്ങളുടെ നേരെല്ലാം വെളുത്തു കേട്ടോ. ഇപ്പോഴും എവിടാ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം പറയില്ലല്ലേ. അപ്പോൾ നോക്കിക്കേ, നല്ല രസമുണ്ടല്ലേ പ്രകൃതി. ഒരു മയിലേ, ഞാൻ നോക്കിയപ്പോൾ ഒരു മയിലൊക്കെ ഇങ്ങനെ പറന്നു നടക്കുന്നു. നമ്മുടെ അവിടുത്തെ കാക്കകൾ നടക്കുന്നവരല്ലേ ഇവിടെയൊക്കെ മയിലൊക്കെ നടക്കുന്നത്. കൊച്ചി ഇതുവരെ ഫോണെ കുത്തിക്കൊണ്ടിരിപ്പുണ്ട്. ഞങ്ങൾ 2 ഇങ്ങനെ എഴുന്നേറ്റ് ഇരിപ്പുണ്ട്. ഇതിനാണെങ്കിൽ ട്രെയിനിൻ്റെ ജോലി ചെയ്യുന്നു. എല്ലാവരും ഓരോ ജോലിയിലാട്ടോ. ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുക കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലൊന്നും അല്ലല്ലേ. ഇവിടെ എത്ര മൃഗങ്ങളെ കണ്ടു ഞാനിപ്പോൾ. കാട്ടിനകത്തൂടെ എത്രയോ മൃഗങ്ങൾ പോകുന്നു, മയിലുകൾ പോകുന്നു. നമ്മുടെ ഇവിടെ അതൊന്നും ഇല്ലാത്ത എന്താണെന്നറിയാവോ? നമ്മുടെ അവിടെ എല്ലാം ദ്രോഹികളാണ്. എല്ലാത്തിനെയും പിടിച്ച് തിന്നുകളയും. അതായിരിക്കും. നോക്കിക്ക് എത്ര ഇതായിട്ട് അവർ. ഇന്നത് കാടല്ലേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. എന്താണേലും അടിപൊളി സ്ഥലം തന്നെ. പക്ഷെ ഒരു വൃത്തിയില്ല അല്ലേ. ഒരു നദിയെ ഞാൻ കണ്ടേ. അങ്ങ് തൊട്ട് തുടങ്ങി ആ നദിയെ അങ്ങ് അറ്റത്ത് കൂടെ ഒഴുകുന്നുണ്ട്. കണ്ടോ? കണ്ടോ? ഇപ്പോഴും അത് തീർന്നിട്ടില്ല. അതിൻ്റെ ഉത്ഭവം തൊട്ട് ഞാൻ കണ്ടു. ഉത്ഭവമായിരിക്കും കേട്ടോ. ആ നദിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പുറത്തെ കണ്ടോ? ഏത് നദി ആയിരിക്കാം? കാവേരിയാണോ? അവരവരുടെ ജോലി നേരം വെളുത്ത് ചെയ്യുക കണ്ടോ. നമ്മളും ഇതുപോലെ ഇത് കണ്ടിട്ട് എനിക്കും തൂത്ത് വരാൻ തോന്നുന്നുണ്ട് കേട്ടോ. എത്ര നീറ്റായിട്ടാട്ടോ അവരെന്തൊക്കെ പറഞ്ഞാലും ചന്ദനമൊക്കെ തൊട്ട്. നല്ല രസമുണ്ട്. പാദസരമൊക്കെ ഇട്ട് കണ്ടോ. നീറ്റായിട്ട് ചന്ദനമൊക്കെ തൊട്ടിട്ടുണ്ട് കണ്ടോ. കണ്ടോ, നല്ല നീറ്റായിട്ടാണ് ചെയ്യുന്ന ജോലിയൊക്കെ. ചെയ്യട്ടെ അല്ലേ. അങ്ങനെ ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം സ്ഥലത്തെത്തും. ഞങ്ങൾ അങ്ങനെ ഇരിക്കുവാണ്. ട്രെയിൻ അതിൻ്റെ ജോലിയൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നല്ല വെയിലൊക്കെ വന്ന് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ നിന്നിറങ്ങി. ഇവിടുന്ന് കഴിക്കാമെന്നും വിചാരിച്ച് കഴിക്കാൻ കയറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇഡലിയും വടയും ചമ്മന്തി സാമ്പാറും ഒക്കെയാണ് കഴിക്കുന്നത്. അപ്പം ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ് കയറിയായിരുന്നു കേട്ടോ. അതെനിക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം ബസ്സിനകത്ത് പാട്ടൊക്കെ ഉണ്ടായിരുന്നേ.
ബസ് ഇറങ്ങി. ബസ്സിൽ നിന്ന് ഞങ്ങൾ ഇതാ ഇവിടെ വന്നിറങ്ങി. ഈ ഒരു സ്ഥലത്ത് വന്നിറങ്ങി. ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ചായ കുടിച്ചിട്ട് ഓട്ടോയിൽ കയറാനാണ്. ഞങ്ങൾ രണ്ടുപേരും ഇതാ ഇങ്ങനെ നിൽക്കുന്നു. ചേട്ടൻ ഇങ്ങനെ ചായ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇടമ്പം പിന്നെ എന്നാ കാണിച്ചാലും ഒരു പ്രശ്നമില്ലല്ലോ. നമ്മുടെ ഇവിടുത്തെ പോലൊന്നും അല്ലല്ലോ. നിൽക്കുന്നു ചേട്ടൻ. ഇവിടെ നമുക്ക് ചായ എടുക്കാം കേട്ടോ. ഇത് സ്റ്റൈലാന്ന് നോക്കി. അങ്ങനെ ചായയൊക്കെ കിട്ടി. ഞങ്ങൾ കുടിക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് ദാ ഇവന്റെ കല്യാണം കേട്ടോ. ഇതെന്റെ ചേട്ടന്റെ മോനാണ്, മൂത്ത മോനാണ്. മൂത്ത മോനാണ് രാജ്മോഹൻ. ഞാൻ ആരാന്ന് പറയടാ. അവന് ശരിക്കും അങ്ങോട്ട് മലയാളം അങ്ങോട്ട് അറിയില്ല കേട്ടോ. അവൻ തമിഴ്നാട് തൃശ്ശീലല്ലേ താമസിക്കുന്നത്, അത് തന്നെ. അപ്പൊ ഞങ്ങൾ ഈ കല്യാണത്തിന് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. കല്യാണം നാളെ കേട്ടോ. ഞങ്ങൾ ഇന്ന് തലേ ദിവസം എത്തിയതാണ്. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് കാണാം. എന്റെ അനിയനുണ്ട്, വരുമ്പോ കാണിച്ചു തരാം. ഇവിടെ കൊച്ചച്ഛനും മകനും കൂടെ ഭയങ്കര വർത്താനാണ്. ഇവിടെ നമ്മുടെ മഹി ഇന്നലെ രാവിലെ ഇവൻ ബൈക്കേല വന്നു കേട്ടോ. ബൈക്കേല ഞങ്ങള് ഞെട്ടിച്ചു കളഞ്ഞു. ഇടയ്ക്കിടക്കെല്ലാം വേറെ എവിടെ ദൂര സ്ഥലത്ത് രാജസ്ഥാനൊക്കെ പോയ പാർട്ടിയാണ്. അപ്പം ഇപ്പൊ ഫസ്റ്റിലെ ഇവിടെ എത്തി കേട്ടോ. ഞങ്ങൾ അത് കഴിഞ്ഞാണ് ഇപ്പോഴത്തെ കല്യാണം. നാളെയാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാം തലേ ദിവസേ ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട്. അവനാണ് അവിടെ ഫോണിൽ കളിക്കാണ്ട. ഇനി ഞങ്ങളൊന്ന് ഫ്രഷ് ആകണം. കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് കാണാം കേട്ടോ. ഇതാ നമ്മളിപ്പം ഇവിടെ ചേട്ടൻ്റെ വീട്ടിൽ വന്നാണ്. അപ്പോൾ ഇതാരും ഇരിക്കുന്നത് നോക്കി. ഇവിടെ അമ്പലമുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ കാണിക്കാം. ഒത്തിരി എല്ലാവർക്കും ബിസിയാണ് ഇവിടെ, അതുകൊണ്ട് അതൊക്കെ പിന്നെ കാണാം. ഇതാരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് നോക്കി. ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. എല്ലാവരെയും കൂടെ കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം അതെ അവിടെ ഉണ്ട് ആൾക്കാർ. അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൂണെല്ലാം കഴിഞ്ഞു. ഊണെല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് ഇനി ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചോറൂണെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.